വിശേഷം? നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞത് പ്രകാരം കുറേ ദിവസമായി എനിക്ക് വരുന്ന കമൻറ്റാണ് അന്നത്തെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ വീഡിയോ. എവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടൂ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഒരു 4-5 ദിവസമായി വീഡിയോ ഇട്ട് ഷോർട്സ് എന്ന് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഡെയിലി ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇതാണ് എൻ്റെ റിപ്പോർട്ടുകൾ. ഇതിൻ്റെ ഉള്ളിലുണ്ട് എത്ര റിപ്പോർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അതെല്ലാം അതും കൂടെ അങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. 7 വർഷം മുന്നെയാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ചെക്കപ്പ് ചെയ്തത്. എല്ലാ കൊല്ലം ഇങ്ങനെ വെറുതെ കൊളസ്ട്രോളും ഷുഗറും BP ഇങ്ങനെ ചെക്ക് ചെയ്യും. അപ്പം അതെപ്പോഴും പെർഫെക്റ്റ്ലി ഫൈൻ, അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ധൈര്യസമേതം പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തു കംപ്ലീറ്റ്. അപ്പം രംഷേട്ടനും ഫുള്ള് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം രംഷേട്ടനും 40+ ആയി. അപ്പോൾ 40+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാ സംഭവങ്ങളും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സൺഡേ ആയിരുന്നു പിറ്റേ ദിവസം, അതുകൊണ്ട് മൺഡേ ആണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ രംഷേട്ടൻ്റെ പെർഫെക്റ്റ് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വെയ്റ്റിൻ്റെ കുറച്ച് കൂട്ടേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ളൂ. കാരണം നമ്മളെപ്പോഴും പറയും നമ്മൾ ബോഡി ചെക്കപ്പ് ചെയ്യാനുള്ള മെയിൻ കുറേ കാരണം നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ ചെക്കപ്പ് ചെയ്യണം. കാരണം നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ റിപ്പോർട്ട് ഇതാ, ഞാൻ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആദ്യം പറഞ്ഞു. റിപ്പോർട്ട് കണ്ട ഉടനെ തന്നെ എൻ്റെ ബാക്കി പറഞ്ഞ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഹോർമോണൽ ചെക്കപ്പാണ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എന്താണ് എവിടെയാണെന്ന് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ അതിലേക്കും കൂടെ ഞാൻ വരാം. ഞങ്ങൾ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ കുറച്ച്, അതായത് ECG അങ്ങനത്തെ നമുക്കറിയുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതെടുക്കാനാണ് കേട്ടോ പോയത്. 7 years മുന്നേ ഞാൻ അതേ ഹെൽത്ത് സ്പ്രിങ്ങിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഹെൽത്ത് സ്പ്രിങ്ങിൽ തന്നെയാണ് പോയത്. അന്നത് വേറെ സ്ഥലത്തായിരുന്നു, ഇന്നത് മാറി. എല്ലായിടത്തും ഉണ്ട്, ഇഷ്ടം പോലെ മെട്രോപോളിസ് ഉണ്ട്, പിന്നെ ഇവൺ അപ്പോളോ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കാണിച്ചു തന്നു. അതായത് 30+, പ്രത്യേകിച്ചും 35+, 40ലേക്ക് ഇപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞാൽ 38 വയസ്സാവും. അപ്പോൾ 40ലേക്ക് കിടക്കുമ്പോൾ അവർ വയസ്സ് ചോദിക്കില്ല. അപ്പോൾ അവർ ഡോക്ടറും ഉണ്ടാവും. ഈ ക്ലിനിക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടർ എല്ലാം ഉണ്ട്, ഡെൻറ്റിസ്റ്റ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, MBBS ഡോക്ടർ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മളെ നോക്കും, പാക്കേജിനനുസരിച്ചാണ്. വെറുതെ എന്തെങ്കിലും മാത്രം നോക്കാനാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, രംഷേട്ടനൊക്കെ 40+ ആണ്, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചെയ്യണം. അതായത് അത് മെന്നെ, പ്രത്യേകിച്ച് ആണുങ്ങൾ. അപ്പോൾ ആണുങ്ങളുടെ ഹോർമോണൽ ഇതും ആണുങ്ങൾക്കുള്ള കുറച്ച് 40+ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഏജ് കൂടുന്തോറും നമുക്ക് അസുഖം വരാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പോൾ എന്തൊക്കെ അസുഖമാണ് കോമൺ ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് വെച്ചാൽ അതിൻ്റെയൊക്കെ ടെസ്റ്റുകൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു രംഷേട്ടൻ്റെ ഒരു 4000 ആണ് പാക്കേജ് വന്നത്. പല പാക്കേജ് ഉണ്ട്, 2000 മുതലാണ് സ്റ്റാർട്ടിങ്. ഇത് ഇപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രംഷേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫീസ് ഇതിലുണ്ട്, കമ്പനി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് എവറി ഇയർ, നമുക്ക് ഫ്രീ ആണ് ഫാമിലിക്ക്. അപ്പോൾ ഈ ഒരു 4000ൻ്റെ പാക്കേജിന് എനിക്കും എടുത്തോളാൻ പറഞ്ഞു. 2 പേര് 2 എണ്ണമാണ്, ഒന്ന് മെന്നിനുള്ളതും ഒന്ന് വിമണ് എന്താ പറയുക സ്പെഷ്യലായിട്ട് ഉള്ള ഒരു പാക്കേജായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. എല്ലാം ധൈര്യം സംഭരിച്ച് ഞാൻ എടുത്തു. പൊതുവെ എനിക്ക് ഇങ്ങനത്തെ എല്ലാ ടെസ്റ്റുകളും എടുക്കാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നറിയാം. പക്ഷേ ഏർലി ഡിറ്റക്ഷനാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം എല്ലാവരും. അതല്ല അവയർനെസ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ലതാണ്. എല്ലാ അസുഖങ്ങളാണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കുക. പേടിച്ച് അവസാനം ആകുമ്പോഴേക്കും അതിനേക്കാൾ നല്ലതാണ് ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധൈര്യം സംഭരിച്ച് അതെടുത്തു. അപ്പോൾ എൻ്റെ ടെസ്റ്റിൽ മെയിനായിട്ട് വന്നത് ഹോർമോണൽ ടെസ്റ്റുകൾ. നമ്മുടെ എല്ലാ കൊളസ്ട്രോൾ, കിഡ്നി, ലിവർ, ഞാൻ മെയിനായിട്ട് കിഡ്നി ലിവറൊക്കെ ആയിട്ട് എൻ്റെ ഇതുണ്ടായിരുന്നു. കാരണം നല്ല ഫുഡ് അടിച്ച് ഇനി വല്ല ഫാറ്റി ലിവർ എങ്ങാനും വരുമെന്നായിരുന്നു എൻ്റെ ടെൻഷൻ. കാരണം വെയിറ്റും കൂടി പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കിഡ്നിയൊക്കെ പോയ ദൈവമേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കിഡ്നി ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ, പിന്നെ എല്ലാ വൈറ്റമിൻ B12 അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ സംഭവങ്ങൾ, ഫോളിക് ആസിഡ്. അപ്പം അങ്ങനെ സ്ത്രീകളുടെ സംബന്ധിച്ച എല്ലാ ടെസ്റ്റുകളും, പിന്നെ സ്പെഷ്യലായിട്ട് ഹോർമോണൽ ടെസ്റ്റുകൾ, അത് സ്പെഷ്യലാണെന്ന് പറഞ്ഞു. അവരതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ബ്രസ്റ്റ് അനാലിസിസ്, അത് മാമോഗ്രാഫി ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ ബ്രസ്റ്റ് അനാലിസിസും സംഭവങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ചെയ്തത് പാപ്സ്മിയർ ചെയ്തു. അത് ഞാനൊരു 7 വർഷം മുന്നേ ചെയ്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് 30 കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാപ്സ്മിയർ ടെസ്റ്റും ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ സ്ത്രീകളുടെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാപ്സ്മിയർ നിർബന്ധമായിട്ടും ചെയ്യണം. 30+ കഴിഞ്ഞ പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ ടെസ്റ്റാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കണ്ടുവരുന്നതാണ് സെർവിക്കൽ ക്യാൻസർ. അപ്പോൾ
പാപ്സ്മിയറിൻ്റെ ടെസ്റ്റ് എവറി ഇയർ ചെയ്യണം എന്നാണ് അവർ. 30 കഴിഞ്ഞാൽ 35 ഒക്കെ കഴിഞ്ഞാൽ 100% ചെയ്യണം കേട്ടോ എവറി ഇയർ. അപ്പോൾ അത് ചെയ്യണമെന്നാണ്. പിന്നെ അതിനൊരു പോംവഴിയുണ്ട്, ഇങ്ങനെ അറിയുണ്ടാവും, പക്ഷെ ആർക്കെങ്കിലും അറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. ഇപ്പോൾ സെർവിക്കൽ ക്യാൻസറിന് വാക്സിൻ ഉണ്ട്. നമ്മൾ നമ്മളുള്ള 25 ഇയേഴ്സൊക്കെ ആകുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ വളരെ കുറവായിരുന്നു. പക്ഷെ അതിനെന്താണെന്ന് വെച്ചാൽ ഒരു 14 വയസ്സിൻ്റെയും 25 വയസ്സിൻ്റെയും ഇടയിൽ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് പ്രിവെൻറ്റബിൾ ആണ്, വരാതിരിക്കാൻ പറ്റും. 25 വയസ്സിനുള്ളിൽ എടുക്കണം. പക്ഷെ ആ സമയത്ത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതൊരു 55 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് ഇത്ര. അപ്പോൾ എനിക്ക് എന്തായാലും പോയി എടുക്കണം. പക്ഷെ ഞാൻ ഗൈനക്കിൻ്റെ അടുത്ത് പോയപ്പോഴേ, അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് 25 ഇയേഴ്സ് ആണ് ആക്ച്വലി ഒരിക്കലും വരില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം എടുത്തു കഴിഞ്ഞാൽ, അതായത് 25 ഇയേഴ്സിന് ശേഷം, പ്രത്യേകിച്ചും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 30 ഇയേഴ്സൊക്കെ ശേഷമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എടുത്താലും എവറി ഇയർ അല്ലെങ്കിൽ എവറി 2 ഇയർ ഒന്ന് ചെക്കപ്പ് ചെയ്യണം എന്നാണ് പറയാമെന്നാണ് എൻ്റെ അടുത്ത് ഗൈനക്ക് പറഞ്ഞത്. ഗൈനക്കോളജിസ്റ്റ്, എനിക്ക് അറിയില്ല അത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്താലും കുഴപ്പമില്ല. കാരണം ഇപ്പം 55 വയസ്സ് വരെ എടുക്കുന്നുണ്ട് അത്രേ. അതാണ് സിറ്റുവേഷൻ എന്നുള്ളത് കൊണ്ട് വേണമെന്നുള്ളവർക്ക് എടുക്കാം. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും അത് ചെയ്യുമ്പോൾ ചാൻസ് കുറവായിരിക്കും, അതായിരിക്കും. എന്നാലും എല്ലാ വർഷവും പാപ്സ്മിയർ ചെയ്യണം എന്നാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മിത്ത് കുട്ടിക്ക് കറക്റ്റ് ഇപ്പോൾ 12 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 13, 1-2 വർഷം. അപ്പോൾ നിങ്ങളുടെ മക്കൾ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ട് 14 ഇയേഴ്സ് ആയിരുന്നുണ്ടെങ്കിൽ 25 വയസ്സിനുള്ളിൽ മറക്കാതെ ഡോസായിട്ടാണ് ഒന്നെടുത്താൽ പിന്നെ 2ാമത്തെ മാസം അടുത്തത് എടുക്കണം, 6ാമത്തെ മാസത്തിനുള്ളിൽ 3ാമത്തെ എടുക്കണം. അപ്പം അങ്ങനെ 3 ഡോസായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മിത്ത് കുട്ടിക്ക് എടുക്കാനുള്ള സമയമാണ്, അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും എടുക്കണം, എല്ലാവരും ഇപ്പോൾ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്കോ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഗേൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ 25 വയസ്സിനുള്ളിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ കൊല്ലം ടെസ്റ്റ് ചെയ്യണം എന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും ഫോർ സേഫ്റ്റി എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ വെച്ചിട്ട് ഞാൻ അത് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പാപ്സ്മിയറിൻ്റെ ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യണം. പിന്നെ ഒരു 35 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമോഗ്രഫി ചെയ്യണം നല്ലത്. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ബ്രസ്റ്റ് അനാലിസിസ് ഒക്കെ ചെയ്തു, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ ഹോർമോണൽ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എന്താണ് ഹോർമോണൽസ് ആണെങ്കിൽ. FSH, LH and PR, പ്രോലാക്റ്റിൻ സംഭവം ഉണ്ടല്ലോ. പിന്നെ ഹാർട്ടിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു FSH, LH, PRLൻ്റെ ഒരു ഹോർമോൺ ചെക്ക് ചെയ്തപ്പോൾ ഒരു വേരിയേഷൻ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹെൽത്ത് സ്പ്രിങ്ങിലെ ഡോക്ടറാണ് എന്നെ ഗൈനക്കിനെ സജസ്റ്റ് ചെയ്തത് കേട്ടോ. അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഈ ഗൈനക്കിൻ്റെ അടുത്തൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. അതായത് PCOD, PCOSൻ്റെ ഒക്കെ സിംറ്റംസ് അല്ല, അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് പക്ഷേ ഡോക്ടർ പറഞ്ഞത് അത് നമ്മൾ പീരീഡ്സിൻ്റെ ടൈമിൽ 2ാമത്തെ ദിവസമാണ് അത് കറക്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് വരുള്ളൂ എന്ന് ഗൈനക്ക് പറഞ്ഞ് അങ്ങനെ കറക്റ്റ് 2ാമത്തെ ദിവസം ചെക്ക് ചെയ്തപ്പോൾ എല്ലാം നോർമൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വേരിയേഷൻ വരാറുണ്ട് ചില ആളുകൾക്ക്, പക്ഷെ എന്നാലും സ്ട്രെസ് ലെവലൊക്കെ കൂടുതലായ കാരണമാണ് ഇത്രയും വേരിയേഷൻ അതിൽ വന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഹോർമോണൽ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് വേറെ ഒന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പം എന്നാലും മറ്റേ ഡോക്ടറിൻ്റെ അടുത്ത് സോണോഗ്രഫി ഒക്കെ എടുക്കാൻ പറഞ്ഞെങ്കിൽ സോണോഗ്രഫി ഒക്കെ എടുത്ത് പേടിച്ച് ദൈവമേ എന്തൊക്കെയാണോ വിചാരിച്ചത്. ഫുൾ സോണോഗ്രഫി ഒക്കെ എടുത്ത് ഗൈനക്കോളജിസ്റ്റ് നത്തിങ് ടു വെറി, പേടിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനത്തെ ടെൻഷനിലൊക്കെ ആയിരുന്നു കേട്ടോ, വെറുതെ അനാവശ്യമായ ടെൻഷൻ. എന്നാലും ഇതൊക്കെ സ്വാഭാവികമായിട്ട് 40യോട് അടുക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറേ വേറെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്ക് 40ലേക്ക് അടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾ. ഒരുവിധം എല്ലാ ലേഡീസും അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെനിക്കൊരു മരുന്നിലേക്ക് കഴിക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചു ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. എൻ്റെ മെയിനായിട്ട് ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരാനുള്ള കാരണം ഈ വെയിറ്റ് പെട്ടെന്ന് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു 10 കിലോ കുറയ്ക്കണം, 8 കിലോ എന്തായാലും കുറയ്ക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചിക്ക് വെയിറ്റ് ഒന്നും കുറയ്ക്കേണ്ട, മുഖമൊക്കെ കറക്റ്റാണെന്ന്. ഡോക്ടർ എന്നെ ഓടിക്കും. അപ്പോൾ എൻ്റെ വെയിറ്റ് ഇത്രയെങ്കിലും കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഫാറ്റ് കൂടിയത് കൊണ്ടാണ്. കാരണം ബാക്കി ഒന്നും പ്രശ്നമില്ല. പിന്നെ എനിക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ട്. സ്ട്രെസ്സും കാരണമായിരിക്കാം എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയും ഇതും കാരണമൊക്കെ സ്ട്രെസ്സൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും, ഇല്ലാതെന്ന് ഇരിക്കില്ല. പിന്നെ ഭയങ്കര കൂൾ പേഴ്സൺ ആണെന്നൊക്കെ നമുക്ക് ഡയലോഗ് അടിക്കാന്നേ ഉള്ളൂ, പക്ഷെ സ്ട്രെസ്സൊന്നും ഇല്ലാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഭക്ഷണം കുറച്ചിട്ട് മാത്രമല്ല കേട്ടോ, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക, പിന്നെ മെയിനായിട്ട് മെൻ്റൽ ഇതാണ് കൂടുതലാക്കാൻ പറഞ്ഞത്. അതായത് ഒരു യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനാണ് എനിക്ക് ഇപ്പോൾ അത്യാവശ്യം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ യോഗ ആൻഡ് മെഡിറ്റേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മെഡിറ്റേഷനൊക്കെ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് യോഗ എന്തായാലും ഞാൻ മെൻ്റലി ഹാപ്പി ആവണമെങ്കിൽ ഡാൻസ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ ഹാപ്പി ആവും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് മുതൽ തുടങ്ങും. നമുക്ക് ഫിസിക്കലായിട്ട് ഭയങ്കര ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ട് വീട്ടിൽ അടിച്ചു വാരി തുടയ്ക്കുക അല്ലെങ്കിൽ വീട്ടിലെ പണി അതല്ല ആക്ച്വലി ഫിസിക്കൽ ആക്ടിവിറ്റി എന്നാണ് ഡോക്ടർ. അത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. അങ്ങനത്തെ പണികൾ നമുക്ക് ശരിക്കും ബോഡിക്ക് ആവശ്യമില്ല. ചിലപ്പോൾ നമുക്കത് മുട്ടുവേദന ഇതൊക്കെ കൂടുതലാക്കും. അപ്പം നമുക്ക് ഈ ഫിസിയോതെറാപ്പി പോലത്തെ പരിപാടികളുണ്ടല്ലോ, അങ്ങനത്തെ നമ്മുടെ എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യാൻ ജിമ്മ് പോലെയോ സുംബ അങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്കെല്ലാം നമ്മുടെ പ്രോപ്പർ ഫങ്ഷനായിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക, ഫാറ്റ് കുറയ്ക്കുക, അതേപോലെ മെൻ്റൽ ഇതിന് വേണ്ടി യോഗ പോലത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതെന്തായാലും ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കി റിപ്പോർട്ടുകളെല്ലാതും പക്ക പെർഫെക്റ്റ് ആണ്. അപ്പം നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എന്താണ് എല്ലാ വർഷവും സ്ത്രീകൾ ഇതൊക്കെ ചെക്കപ്പാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ചെക്കപ്പുകളും, കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ, കൊളസ്ട്രോൾ, ഷുഗർ, ഇതൊക്കെ ECG, TMT ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ ലേഡീസിനായിട്ട് ഈ പറഞ്ഞ പോലെ മാമോഗ്രഫി, പാപ്സ്മിയർ, ഹോർമോണൽ എല്ലാ ഇങ്ങനത്തെ, അതായത് വൈറ്റമിൻ B, പിന്നെ എനിക്ക് ഫോളിക് ആസിഡ് ഭയങ്കര കുറവാട്ടോ. ഫോളിക് ആസിഡ് ഭയങ്കര കുറവായതുകൊണ്ട് അതിന് മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസികളാണ് എനിക്ക്, B12 അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും മരുന്ന് തന്നിട്ടുണ്ട്. ഫോളിക് ആസിഡ് വളരെ കുറവായതുകൊണ്ട് മരുന്ന് എന്തായാലും 3 മാസം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ചും 30 കഴിഞ്ഞാൽ പ്രത്യേകിച്ചും 40സിലേക്ക് അടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയും. നമ്മൾ ബാക്കിയുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയും പെർഫെക്റ്റ്ലി ഫൈൻ, പക്ഷെ നമുക്ക് അവിടെ വേദന ഇവിടെ വേദന, നമുക്ക് ഒരു എണീക്കാൻ തോന്നാത്തൊരവസ്ഥ, നമ്മളൊരിക്കലും എന്ത് പറ്റി, നമുക്ക് ചിലവർ പറയും നമുക്ക് മടിയാണ്, പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ നമ്മുടെ അവസ്ഥ. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ട് ലേഡീസിന് ഉണ്ടാവാൻ ഈ പറഞ്ഞ പോലെ പ്രീ മെനോപോസിൻ്റെ ടൈം ആവും, 40 കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ PCOD കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സ്ത്രീകൾ എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെയാണല്ലേ ഓരോ ഇത് കടന്നു പോകുന്നത്. ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഞാനൊരു 5 വർഷമൊക്കെ മുന്നേ വരല്ലേ, അതായത് ജോലി ഉണ്ടായിരുന്നു, ജോലിയും ചെയ്ത് യൂട്യൂബും ചെയ്ത് പിന്നെ കിട്ടുന്ന ഒരു സൺഡേ ഞാൻ വീട് മുഴുവൻ, ബാത്റൂമായാലും വീട് മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് ഒരു കണക്കുണ്ടായിരുന്നില്ല. ഒരു വൃത്തിപ്രാന്തിയായിരുന്നു. ഇപ്പോഴും ഞാനൊരു വൃത്തിപ്രാന്തിയാണെങ്കിലും ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ബോഡി അതിനനുസരിച്ച് മൂവ് ആവുന്നില്ല. അതായത് എല്ലാം കൂടെ ചെയ്യുമ്പോൾ വീട്ടിലെ പണിയും വർക്കും, ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി, ബിസിനസ്സും എല്ലാം കൂടെ. അപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് വീട് പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കിതിനൊരു ഗിൽറ്റ് ഫീൽ ചെയ്യും, എനിക്ക് പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വയ്യാതെ ആവണ പോലെ ഒരു ഫീൽ തോന്നുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരിക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കണം തോന്നുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒരുപക്ഷെ ഈ വക സംഭവങ്ങളൊക്കെ കുറയുന്നുണ്ടോ. അപ്പോൾ എവരി 6 months ഒക്കെയാണ് ശരിക്കും എനിക്ക് അയേൺ ഡെഫിഷ്യൻസി, അങ്ങനെ ഹീമോഗ്ലോബിൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുള്ള ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ക്ഷീണം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ മെഡിസിൻ കഴിക്കുക, അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ഡയറ്റ് ഒക്കെ എടുക്കുക. എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞാലും നമ്മൾ വരുത്തി വെക്കേണ്ടല്ലോ എന്ന് നമുക്കൊരു പരിധി ഉണ്ടല്ലേ, എല്ലാ സംഭവങ്ങളും നോക്കണേല്ലേ. പിന്നെ എല്ലാ വർഷവും നമ്മൾ എത്രയൊക്കെ ടെസ്റ്റുകൾ ചെയ്യും പേടിച്ചിട്ട്, അതിൽ കാര്യമില്ല. എന്നാലും നമുക്ക് മരുന്നൊക്കെ കഴിക്കേണ്ട അവസ്ഥ വരുന്ന, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഹോർമോണൽ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ടേക്ക് കെയർ ചെയ്യാം. ഇപ്പോൾ എനിക്കിത് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു 3-4 ഫോളിക് ആസിഡിൻ്റെ കുറവും വൈറ്റമിൻ B3 അതിൻ്റെയൊക്കെ കുറവും അതിൻ്റെ ക്ഷീണവും ഒക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് തോന്നിച്ചാലും അത് കൂടി വരുമ്പോൾ നമ്മുടെ ജോയിൻസിന് പെയിനും, നടക്കാൻ പറ്റും, അതേപോലെ മുട്ടുവേദനയും ഇതൊക്കെ വരും. അപ്പോൾ എന്തിനാ വെറുതെ ആ പണിക്ക് നിൽക്കുന്നത്, നമുക്ക് ഇഷ്ടമിരിക്കുകയാണെങ്കിൽ ഡാൻസ് കളിക്കാണ്ട് കുറേ പണിയുണ്ടേ. അപ്പോൾ ഇതൊക്കെ മുട്ടൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എല്ലാത്തിൻ്റെയും ഒന്ന് റിസൾട്ട്, പാപ്സ്മിയറിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് വൈകി. പിന്നെ ഞാൻ പറയില്ല, പിന്നെയും എഗെയിൻ നമ്മൾ മറ്റേ ഈ ഒരു ഹോർമോണൽ വേരിയേഷൻ ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ എഗെയിൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ പിന്നെയും ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു പീരീഡ്സിൻ്റെ സമയത്ത്. അപ്പോൾ എല്ലാം നോർമലായി. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ എന്താണ്, അത് ഇത്രയും ഫ്ലക്ച്വേഷൻ വന്നത് എന്നൊക്കെ ഒരു ഗൈനക്കിനെ കണ്ട് സംസാരിച്ചു.
കുഴപ്പമൊന്നുമില്ല. ആദ്യം ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കാൻ പറഞ്ഞു. കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, യോഗ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് സ്ട്രെസ്സൊക്കെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറയ്ക്കാൻ പറഞ്ഞു. അതിൻ്റെ വൈറ്റമിൻ ഡിയുടെ ഇഞ്ചക്ഷനും മരുന്നും എടുക്കണം. എടുത്തിട്ടില്ല ഇഞ്ചക്ഷൻ, മരുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ രാവിലെ നന്നായിട്ട് വെയിൽ കൊള്ളാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വെയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ബെറ്ററാണ് രംഷേട്ടനേക്കാളും. അപ്പോൾ കാരണം നമ്മൾ വെയിൽ കൊള്ളാൻ സാഹചര്യം വളരെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുട്ടി കുട്ടി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങളും ഒന്ന് എടുത്ത് നോക്കുക. വാക്സിനേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുക. പെൺകുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ വാക്സിനേഷനൊക്കെ എടുക്കുക. തൊട്ടടുത്ത ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം. ഇങ്ങനത്തെ ക്ലിനിക്കിൽ ഡോക്ടർ ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കണം. അല്ലാതെ അവിടെ ഇവിടെയും പോയിട്ട് ഞാനത് എടുക്കട്ടെ എന്ന് പറയരുത്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ സാധാരണ നമുക്കൊരു MDനെ കാണിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ഗൈനക്കിനെ കാണിക്കണം. എനിക്ക് കൂടുതൽ വിശ്വാസമാവാൻ, കൂടുതൽ ഡിസ്കഷൻ ചെയ്യാൻ, എനിക്ക് നമുക്ക് ആ ഒരു പേഴ്സണൽ സ്പെഷ്യലൈസ്ഡ് ആളെ കാണിക്കണം തോന്നുകയാണെങ്കിൽ കാണിക്കുക. നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അതിലൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട്, നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടാട്ടോ എവിടെയാണ് അതിനെ പറ്റിയൊരു വീഡിയോ ഇടൂ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ട ടെസ്റ്റുകൾ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്ത്രീകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവിധ ടെസ്റ്റുകളുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.